കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പരാതിക്കാരൻ എം.വി. സുരേഷിന്റെ മൊഴി ഇ.ഡി. വീണ്ടും രേഖപ്പെടുത്തുന്നു. അതീവ രഹസ്യമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും ഇത് ഇ.ഡിക്ക് കൈമാറുമെന്നും എം.വി. സുരേഷ് പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ പരാതി പരിഗണിച്ച് നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രണ്ടാം ഘട്ട അന്വേഷണം തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ച അതീവ രഹസ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാനും ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് സമൂഹത്തിൽ വിലസി നടക്കണം, അത് അവസാനിപ്പിക്കണം. കുറ്റക്കാരെന്തെങ്കിലും നിയമത്തിന് മുന്നിൽ കിട്ടുന്നവരെ അന്തിമ പോരാട്ടത്തിന് BJP തയ്യാറാണ്. പൊതുജനങ്ങളെ അറിയിക്കുക, ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ സമയം PD ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുകൊണ്ടിരിക്കും. അന്വേഷണം ഇതുവരെ നമ്മുടെ വിലയിരുത്തലിൽ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. വമ്പന്മാരെ ആൾക്കാരൊക്കെ വന്നു പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായ ഈ പ്രതികളും മറ്റ് ആൾക്കാരൊക്കെ ഒറ്റുകൂടുതൽ വരുന്നത് BJP-കാരുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കുറ്റവാളികളെ കണ്ടെത്തുമ്പോൾ ED വേട്ട, BJP വേട്ട, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വേട്ട എന്ന് പറയുന്നത് തന്നെ ഈ യഥാർത്ഥത്തിൽ ഇത് ഈ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള CPM-ൻ്റെയും CPI-യുടെ ഒക്കെ തന്ത്രങ്ങളാണ്. അപ്പോൾ അതിനൊരിക്കലും ഞങ്ങൾ ബൂത്തിൽ മാത്രമല്ല ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് BJP മുന്നോട്ട് പോകും. പുതിയ തെളിവുകൾ എന്താ കിട്ടിയിരിക്കുന്നത്? കൂടുതൽ തെളിവുകളൊന്നും മീഡിയ മുന്നിൽ പറയുന്നത് ശരിയല്ല. രഹസ്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരിൽ പറയാൻ പാടില്ല. അത് അന്വേഷണത്തെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് വെളിപ്പെടുത്താത്തത്. അപ്പൊ നിലവിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി എല്ലാവരും അറസ്റ്റ് ചെയ്യണമെന്നാണോ നമ്മുടെ ആവശ്യം? നമ്മുടെ ആഗ്രഹമാണ്, ആവശ്യം എല്ലാവരും അറസ്റ്റ് ചെയ്യണം. നിലവിൽ 4 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തു. നാമി ദിനേശ് ചേർന്നു. നാമി, കരുവന്നൂർ തട്ടിപ്പ് കേസിൽ കൂടുതൽ തെളിവുകളുണ്ടെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സൂചനയുണ്ടോ? എന്താണ് പറയുന്നത്? ധന്യ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തൃശൂരിലെ തന്നെ പ്രാദേശിക CPM പ്രവർത്തകരിൽ ഉൾപ്പെടെ ഈ അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പരാതിക്കാരൻ എം.വി. സുരേഷ് EDക്ക് മുന്നിൽ മൊഴി നൽകാനായി എത്തിയിരിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് അദ്ദേഹം ED ഓഫീസിൽ ഹാജരായത്. തന്റെ പക്കൽ കൂടുതൽ തെളിവുകളുണ്ട്, ഇത് EDക്ക് കൈമാറണമെന്നും അതീവ രഹസ്യമായ ചില വിവരങ്ങളാണ് ഇതുള്ളത്. കേസിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവിന് കാരണമാകുന്ന ചില തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഈ EDക്ക് മുന്നിൽ കൈമാറണമെന്നാണ് എം.വി. സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം ഇന്ന് EDക്ക് മുന്നിൽ എത്തിയതും. ഒപ്പം തന്നെ കേസിൽ പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നും എം.വി. സുരേഷ് പറഞ്ഞു. എന്തായാലും മൊഴി നൽകൽ ഇപ്പോൾ തുടരുകയാണ്. രാവിലെ 10 മണിയോടുകൂടിയാണ് സുരേഷ് ED ഓഫീസിൽ എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും ഇപ്പോൾ ഇന്ന് കൊടുക്കുന്ന മൊഴിക്കനുസരിച്ച് മറ്റ് ചോദ്യം ചെയ്യലുകളും ഒക്കെ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ധന്യ. എന്തായാലും സുരേഷ് ഇപ്പോൾ ചില രേഖകൾ, സുപ്രധാനമായ ചില രേഖകളാണ് EDക്ക് മുന്നിൽ കൈമാറാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് പരിശോധിച്ച ശേഷം കൂടുതൽ പേരെ ഇതിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. AC മൊയ്തീൻ അടക്കമുള്ളവരെ ആദ്യഘട്ടത്തിലൊക്കെ അവരുടെ പേര് ഉയർന്നു വന്നെങ്കിലും പിന്നീട് AC മൊയ്തീനിലേക്കൊന്നും അന്വേഷണം എത്തിയിരുന്നില്ല. ചോദ്യം ചെയ്യാനൊക്കെ നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. നോട്ടീസ് നൽകിയതായിരുന്നു. പിന്നീട് അന്വേഷണം വേറൊരു വഴിയിലേക്ക് പോവുകയായിരുന്നു. മറ്റ് പലരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ തന്നെ CPM നേതാക്കളെ അടക്കം ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. നന്ദി.